മാത്തമാറ്റിക്സിലായിക്കോട്ടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലായിക്കോട്ടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതായത് ഈ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ സിമ്പിളായിട്ട് ആ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. ടോപ്പ് എൻഡ് അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേപ്പർ 1ൻ്റെ കേസിന് മാത്തമാറ്റിക്സ് അതേപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഈ 2 ഏരിയയിലും കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്. അതാണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് പേഴ്സൻറ്റേജിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, രണ്ടും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാനൊരു കോമൺ പാറ്റേൺ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഫോർമാറ്റ്സ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾ മാക്സിമം കുറേ ഫോർമാറ്റുകൾ പഠിച്ച് അത് അപ്ലൈ ചെയ്യുക. ആ ഒരു ലൈൻ ഓഫ് ടീച്ചിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം ഒരു രീതികൾക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏരിയ കാണിച്ചാൽ. സോ ഫസ്റ്റത്തെ മാർക്ക് സ്കോർഡ്. ഈ അക്ഷരം ലേശം മോശമാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. തീരെ എനിക്ക് വായിക്കാൻ പറ്റണില്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ അടുത്തതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം. എന്താ ചെയ്യുക, പരീക്ഷയുടെ വണ്ടേ മോശമായി പോയി. ഞാൻ കുറച്ചൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. പേഴ്സൻറ്റേജ്, അതായത് മാർക്ക് സ്കോറിൽ നമുക്ക് എത്ര കൊടുക്കാം? 240 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 600 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് വരിക? നമുക്ക് കണ്ടെത്താം. അവിടെ പെക്സ് എന്ന് കൊടുക്കാം. അടുത്തത് 300 മാർക്ക് കിട്ടി. എനിക്ക് കിട്ടിയ മാർക്ക് 300 ആണ്, ബട്ട് ടോട്ടൽ മാർക്ക് എനിക്കറിയില്ല. സോ അവിടെ ഞാൻ Y എന്നും കൊടുത്തു. എത്ര മാർക്കാണ് പെർസെൻറ്റേജ് എനിക്കറിയാം, 60% മാർക്കാണ് എനിക്ക് അതിന് കിട്ടിയിട്ടുള്ളത്. ദെൻ അടുത്തത് എനിക്ക് കിട്ടിയ മാർക്ക് എനിക്കറിയില്ല, അപ്പോൾ ഞാൻ സെൻഡ് എന്ന് കൊടുത്തു. ദെൻ ടോട്ടൽ മാർക്ക് 500 ആണെന്ന് പറയാം, എനിക്കതിൽ കിട്ടിയിട്ടുള്ളത് 50% മാർക്കാണോ എന്നും അറിയാം. ജസ്റ്റ് ഒരു ടേബിൾ ഫോർമാറ്റിൽ വരച്ചിടാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് ഒരു നോക്കി നോക്കാം. 240 മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര മാർക്കാണ് വേണ്ടത്? ടോട്ടൽ എന്ന് പറയുന്നത് 600 ആണ്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഇക്വേഷൻ അറിയുന്നുണ്ടാവും അല്ലേ? പാർട്ട് ബൈ വോൾ ഇൻറ്റു 100 നമ്മൾ ആ ഒരു ഫോർമാറ്റ് ചെയ്യുന്നത്. എന്നാൽ ആ ഫോർമാറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? സോ ഞാൻ തന്നെ ഇവിടെ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഫോർമാറ്റ് നോക്കും. എനിക്ക് കിട്ടിയിട്ടുള്ളത് 600 എന്ന് പറയുന്നത്, അതിന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 600 എന്ന് പറയുന്നത് 100% ആണ്. സംശയമില്ലല്ലോ. ടോട്ടലാണ് 600. ടോട്ടൽ എത്രയാണ്? 100% ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ള എത്ര? 240 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് വരിക? നമുക്കറിയാം അതാണ് കാണേണ്ടത്. സോ ആണ് എക്സ് എന്ന് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതിക്കൂടെ? ടോട്ടൽ മാർക്ക് 600 ആണ്. സോ ടോട്ടൽ മാർക്കാണ് എന്ത്? 100% എന്ന് പറയുന്നത്. ദെൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് 240. 240 എത്ര പെർസെൻറ്റ് എനിക്ക് അറിയില്ല, അവിടെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇനി ഇതിനെ സിമ്പിളായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതായത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 600 x ഈസ് ഈക്വൽ ടു 240 ഇൻറ്റു 100. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 240 ഇൻറ്റു 100 പറയുമ്പോൾ 240, 2 0 കൂടെ ഇട്ടുള്ളൂ. ഡിവൈഡഡ് ബൈ 600. ഇവിടത്തെയും 0 പോയി, ഇവിടത്തെയും 0 പോയി. ദെൻ 24 6 എങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം? എത്ര 24 വരിക? 6 ഇൻറ്റു 4 24. സോ ആൻസർ എത്രയാണ്? 40 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? എക്സ് എന്ന് പറഞ്ഞപ്പോൾ എത്രയാണെന്ന് എനിക്ക് കിട്ടി? എക്സ് എന്ന് പറയുന്നത് 40 ആണെന്ന് കിട്ടി. ഫസ്റ്റ് തന്നെ ആൻസർ എനിക്ക് കിട്ടി. ഇതിന് നിങ്ങൾക്ക് ആ ഒരു പാർട്ട് ബൈ വോൾ എന്നുള്ള ഇക്വേഷൻ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യും? 240/600 ഇൻറ്റു 100. ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഞാൻ ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, അതായത് ഈ ഫോർമാറ്റൊന്നും എല്ലാ സിറ്റുവേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ സിറ്റുവേഷനും ഓരോ ഫോർമാറ്റാണ് വരിക. 3 ഫോർമാറ്റൊക്കെ പഠിക്കാറുണ്ട്, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സും കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണുമോ അല്ലെങ്കിൽ വേണ്ട? ഇപ്പം ഞാൻ ഈ എഴുതിയൊന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എനിക്ക് 100% എത്രയാണെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്യണോ? ഇവിടെ Y എന്ന് പറയുന്നതാണ് 100%. Y എത്രയെന്ന് എനിക്കറിയില്ല. ആൻഡ് എനിക്ക് കിട്ടിയ എത്രയാണ്? 300 ആണ്. അതെത്ര പെർസെൻറ്റേജാണ്? 60%. അതെനിക്കറിയാം. സിമ്പിളായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണോ? എങ്ങനെ വരിക? ഇവിടെ തന്നെ എഴുതാം. 60y = 300 × 100. സോ
y is equal to എത്ര വരിക 300 into 100 പറയുമ്പോൾ 300 2 0 കൂടി ഇട്ട് കൊടുത്തു ഹരിക്കണം 60 0 0 പോയി ഇതെങ്ങനെ വരിക 5 വന്നോടെ അല്ലേ സോ 500 ക്ലിയർ അല്ലേ ആൻസർ ഇത് ക്ലിയർ അല്ലേ സോ y എന്ന് പറയുന്നത് എത്രയാണ് 500 ആണ് ടോട്ടൽ മാർക്ക് ഇവിടെ 500 ആയിരുന്നു ആ 500ൽ എനിക്ക് 300 കിട്ടി സോ എത്രയാണ് 60% ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇനി അടുത്തൊരു കേസ് നമ്മളിവിടെ ചെയ്യാൻ പറ്റും അടുത്തത് നോക്കുക സെൻറ്റ് ആണ് അതായത് കാണേണ്ടത് ടോട്ടൽ മാർക്ക് 500 ആണ് സോ 500 ആണ് 100% നമുക്കറിയാം ആൻഡ് എനിക്ക് കിട്ടിയ മാർക്ക് എത്രയെന്ന് എനിക്കറിയില്ല സോ ഞാനത് സെൻറ്റ് എന്നെടുത്തു ആൻഡ് സെൻറ്റ് എന്ന് പറയുന്നത് 50% ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ് അപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യാം നമ്മൾ സിമ്പിളായിട്ട് ഇതിന് എന്ത് ചെയ്യണം 100 സെൻറ്റ് ഈസ് ഈക്വൽ ടു 500 into 50 100 സെൻറ്റ് ഈസ് ഈക്വൽ ടു 500 into 50 എന്ന് കിട്ടി സോ 5 5 എത്രയാണ് 25 5 25 2 0 കൊടുത്തു അവിടെ നിന്നൊരു 0 ഡിവൈഡഡ് ബൈ 100 ഇവിടെ ഈ 0 0 കട്ട് ചെയ്ത് പോയി സോ 250 അതായത് 250 ആണ് എന്ത് വരിക സെറ്റ് എന്ന് വരിക ഈ സെറ്റിൻ്റെ കേസിൽ ശരിക്കും നിങ്ങൾക്ക് 250 ആണ് ഇക്വേഷൻ വേണ്ടിട്ട് കാരണം ടോട്ടൽ 500 ആണ് അതിൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 250 ആണ് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ അല്ലേ ഇതാണ് ഫസ്റ്റ് ഞാനാ പറഞ്ഞത് അതായത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെർസെൻറ്റേജിൽ വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് പെന്നോ പേപ്പറോ ഒന്നും ഉപയോഗിക്കാറുണ്ട് മൈൻഡിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേഷൻസ് പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെ നമുക്ക് മൈൻഡിൽ ചെയ്യാതാണ് മൈൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒറ്റയടിക്കൊന്നും നമുക്ക് പോസിബിൾ ആവുന്നതല്ല ബട്ട് ബൈ പ്രാക്ടീസ് നമുക്കത് ഈസി ആയിട്ട് പോസിബിൾ ആവും സോ അങ്ങനൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സോ ബേസിക് ആയിട്ട് ഒരു എളുപ്പമുള്ള നമ്പർ എടുക്കാം 1200 എടുക്കാം 1200 ആണ് അതിൻ്റെ 100% അല്ലേ നമുക്കറിയാം ഈ 100%ൻ്റെ ബേസിൽ നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പെർസെൻറ്റേജ് ഉണ്ട് ഒരു നമ്പറിൻ്റെ 100 ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 10% നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ 10% നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും വേണ്ട ജസ്റ്റ് എന്ത് ചെയ്താൽ മതി തൊട്ടപ്പുറത്തേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതാണ് 10% അപ്പോൾ 120 1200ൻ്റെ 10% 120 ആണ് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അല്ലേ കാരണം ഇവിടെ നമ്മൾ എത്ര ഡിജിറ്റാണ് തൊട്ടപ്പുറത്ത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പുറത്തേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ 10% വരിക 10% അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1% എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് കാണാൻ പറ്റും 10% തൊട്ടപ്പുറത്തൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ അതാണ് എന്ത് 1% സോ 12 ആണ് 1% ഒരു നമ്പറിൻ്റെ 10%ഉം 1%ഉം ഒരു കാൽക്കുലേറ്ററോ പെന്നോ പേപ്പറോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പോൾ ഈ ഒരു 10%ഉം 1%ഉം വെച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്യാം കുറച്ച് പെർസെൻറ്റേജുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ലെറ്റ്സ് സേ 2% അതേപോലെ തന്നെ 5% നേരെ മാർക്ക് ഒപ്പിടാം അല്ലേ 5% കഴിഞ്ഞാൽ 10 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സോ 20% കുറച്ച് കോംപ്ലക്സ് ഒരു 25 ഉണ്ട് 25% എങ്ങനെയാണ് കാണുക അതേപോലെ തന്നെ 29% 40% അത് കഴിഞ്ഞാൽ ഒരു 48% കാണാം 48% ദെൻ 51% അതേപോലെ തന്നെ ഒരു 60% ഈ കിട്ടിയിട്ടുള്ള 1%ഉം 10%ഉം വിതൗട്ട് കാൽക്കുലേറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അതിൻ്റെ ബേസിൽ ഈ എല്ലാ പെർസെൻറ്റേജസും നമുക്ക് സിമ്പിളായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കല്ലേ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതി കൂട്ടേണ്ടി വരാം അല്ലാണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം മൈൻഡിൽ ചെയ്യാൻ നോക്കുക ഞാൻ പറയും ഒറ്റയടിക്കൊന്നും ക്ലിയർ ആവില്ല ബട്ട് ബൈ പ്രാക്ടീസ് ക്ലിയർ ആവും 2% സിമ്പിൾ അല്ലേ 1% 12 ആണെങ്കിൽ 2% അതിൻ്റെ ഇരട്ടി 12ൻ്റെ ഇരട്ടി 24 നമുക്ക് ചെയ്യാൻ പറ്റും 5%ഓ 1%ൻ്റെ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെയൊക്കെയാണ് പ്രശ്നം വരിക അതായത് നിങ്ങൾ 1% നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്ത് ചെയ്യും ഈ 1% into 5 അടിച്ചു ഒരു സാധാരണ കാര്യം ചിന്തിക്കണമല്ലോ നമ്മൾ എന്ത് ചെയ്യണം 5% വേണം നമുക്ക് 10% അറിയാം 10ൻ്റെ പകുതി അല്ലേ 5% 10% 120 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ് 60 സോ 5% എന്ന് പറയുന്നത് 60 ആണ് ഇതാണ് എല്ലാത്തിനും അതായത് ഓരോന്നും പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഈ മാത്സ് ക്ലിയർ ആവുള്ളൂ അതാ പറഞ്ഞത് 20% 10 120 ആണെങ്കിൽ 20 എത്രയതിൻ്റെ ഇരട്ടി അല്ലേ സോ 240 ഒരു കാൽക്കുലേറ്ററിലൂടെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടില്ലേ ഞാൻ അടുത്ത് 25% ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും 20% അറിയാം 5% അറിയാം നിങ്ങൾ ആഡ് ചെയ്യും 25% 240 60 300 നമുക്ക് അങ്ങനെ കാണാം ബട്ട് അതിനേക്കാൾ സിമ്പിൾ ഏതാ 100% ആണ് 1100 അപ്പോൾ അതിൻ്റെ 50% എത്ര 600 അതിൻ്റെ പകുതി എത്ര 300 സോ കുറച്ചും കൂടി ടൈം ലാഭിക്കാൻ പറ്റും നമ്മൾ ആ ഒരു പാറ്റേണിൽ നോക്കുമ്പോഴാവും ഇവിടെ ഇപ്പം ഞാൻ പറയട്ടെ 60ഉം 240 ആവുകൊണ്ടും ആഡ് ചെയ്യാൻ സുഖമായി നേരെ കുറച്ച് വേറെ നമ്പേഴ്സ് ആണെങ്കിലോ ഇപ്പം ലെറ്റ്സ് സേ 232 മറ്റോടത്ത് ഒരു 28 കാൽക്കുലേറ്റ് ചെയ്താൽ കുറച്ച് നമ്മൾ ടൈം എടുക്കും സോ 25% എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം 100% നമുക്കറിയാം അതിൻ്റെ പകുതി 50 കിട്ടി ആ 50യുടെ പകുതി 25
അടുത്തത് 29%. 29% നമുക്ക് ഇങ്ങനെ കാണാം. സിമ്പിളായിട്ട് ഈ ഒരു 20% നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾക്ക് കാണാതെ അറിയാം 10%. 10% അറിയാം. സോ 30% എത്ര വരിക? 10 × 3 120 × 3 അല്ലേ? സോ 100 × 3 പറയുമ്പോൾ 300 വന്നു. 20 × 3 എന്ന് പറയുമ്പോൾ 60 വന്നു. 360 ആണെന്ന് അറിയാം. 30% 360 ആണ്. 1% 12 ആണ്. സോ 360 12 കുറയ്ക്കും. 360 ആദ്യം നിങ്ങൾ 10 കുറച്ചോളും. ബാക്കി എത്ര വന്നു? 350 വന്നു. 50 2 പോയാൽ ബാക്കി 48. സോ 348. 348 ആണ് 29%. ഈസി ആയിട്ട് കാണാൻ പറ്റണില്ലേ? ഇനി 10% എടുത്തു 40% നമുക്ക് കാണാം. സോ 10% 120 ആണെങ്കിൽ 40% എത്ര വരും? ആ ഒരു ബേസിൽ കാണാം. അല്ലാന്നുണ്ടെങ്കിലോ 50% നമുക്കറിയാം. 50% പകുതി 600 ആണ്. 10% 120 ആണ്. സോ 600 എന്ത് ചെയ്താൽ മതി? 120 കുറച്ചാൽ മതി. 600 100 പോകുമ്പോൾ ബാക്കി 500 വന്നു. 500 20 പോകുമ്പോൾ ബാക്കി 480 വന്നു. ഇല്ലേ? ഇനി അടുത്ത് 48%. 50% നമുക്കറിയാം 600 ആണ്. 1% 12 ആണെങ്കിൽ 2% 24 ആണ്. സോ 600 നിന്നും 24 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 48% എത്രയെന്ന് അറിയാം. സോ 600 നമ്മൾ എന്ത് കുറക്കണം? 600 ഓക്കെ. അപ്പോൾ 600 നമ്മളത് കുറയ്ക്കുന്നത് നമുക്ക് എത്ര വന്നു? 576 അല്ലേ? 576 ആണോ എന്ന് കിട്ടും. 600 നമ്മൾ 24 കുറച്ച്. ഇനി 51%. ഈസിയാണ്, ഒരു കാൽക്കുലേഷൻ വേണ്ടല്ല. കാരണം 50% നമുക്കറിയാം 600 ആണ്. 1% 12 ആണ്. സോ 612. ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇനി 60%. എങ്ങനെ നമ്മൾ കാണാം? 50% എത്ര നമുക്ക്? 600 ആണ്. 10% എത്രയാണ്? 120 ആണ്. 600 100 720 720. ഈസി അല്ലേ? ഇതിൽ ഞാൻ പറയാം, ഒരു കോമൺ ഇന്ന പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതികൾ, അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്താൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ. മാത്സിൻ്റെ കേസിൽ ഞാൻ പറയാം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. മാത്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഡാറ്റയിലായിക്കോട്ടെ, നമുക്കിപ്പോൾ കുറേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ കുറേ പെർസെൻറ്റേജിൻ്റെ ബേസ് ഉണ്ട്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിനൊക്കെ വരും. സോ പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടുമെന്നുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത കോമൺ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഒരു നമ്പർ 20% നിങ്ങൾ ഇൻക്രീസ് ചെയ്യും. 20% ഇൻക്രീസ് ചെയ്യുക ഒരു വാല്യൂവിന്. അതായത് ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്തു? 20% ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ 20% ഇൻക്രീസ് ചെയ്ത നമ്പറിനെ 10% നിങ്ങൾ ഡിക്രീസ് ചെയ്തു. സോ എന്താണ് ആ നമ്പർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു നമ്പറിനെ നിങ്ങൾ 20% ഇൻക്രീസ് ചെയ്തു. ദെൻ ആ വാല്യൂ 10% കുറച്ചു. സോ വാട്ട് ഈസ് എ നമ്പർ? ഇപ്പോൾ ഒരു നമ്പറും തന്നിട്ടില്ല, നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? 100 ആണ് ആ നമ്പർ എന്ന് അസ്യൂം ചെയ്യുന്നു. 100 ആണ് ആ നമ്പർ എന്ന് അസ്യൂം ചെയ്തു. സോ 100 + 20% എത്ര വരും? 120 വരും. 120 ആണ്. ഇനി 10% കുറയ്ക്കുക. ഇവിടെ കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നേരെ 100ൻ്റെ 10% കുറയ്ക്കും. പിന്നെ 20% 20 കൂട്ടി. സോ 10% പറയുമ്പോൾ 10 കുറയ്ക്കാൻ നോക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പുതിയ വാല്യൂവിൻ്റെ 120ൻ്റെ 10% ആണ് കുറയ്ക്കേണ്ടത്. സോ നമ്മൾ എന്താണ് കുറയ്ക്കേണ്ടത്? 100 അവിടെ വന്നില്ല. 120 - 12 ആണ് വരിക അല്ലേ? കാരണം ഇതിൻ്റെ 10% എന്ന് പറയുന്നത് 12 ആണ്. ഇനി 120 12 കുറയ്ക്കാൻ നോക്കുമ്പോഴോ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ് ഞാൻ പറയുന്നത് കേട്ടോ. 120 - 12 എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് 20 - 12 നിങ്ങൾക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡിൻ്റെ പ്രോഗ്രാമിങ് അങ്ങനെയാണ്. അതായത് 120 - 12 എന്ന് പറയുന്നതിനേക്കാൾ സിമ്പിളായിട്ട് 20 - 12 സോൾവ് ചെയ്യാൻ പറ്റും. സോ 20 - 12 8 ആണ് നമുക്കറിയാം. നേരെ 100 എടുത്താൽ പോലെ. സോ 108 ആണ് നമ്മുടെ ആൻസർ വരും. ഈ 120 - 12 എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് കുറച്ച് ഡിഫിക്കൽട്ടാണെന്നൊക്കെ പറഞ്ഞ് കോംപ്ലക്സ് കാൽക്കുലേഷനിലേക്ക് പോകും. നേരെ മറിച്ച് 20 - 12 എന്ന് പറയുമ്പോഴോ നിങ്ങളുടെ മൈൻഡിൽ കേൾക്കുമ്പോൾ അതെന്താ സിമ്പിൾ അല്ലേ എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. സോ അതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്നത് 108 ആണ് നമ്മുടെ ആൻസർ വരും. ക്ലിയർ അല്ലേ? ഇനി സിമ്പിളായിട്ടൊരു 3 മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 3 മെത്തേഡ്സ് നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് 2 മാർക്ക് പേപ്പർ 1 നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സിലായിക്കോട്ടെ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലായിക്കോട്ടെ, പെർസെൻറ്റേജ് എന്ന് പറയുന്നതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതായത് ഈ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ, സിമ്പിളായിട്ട് ആ ഒരു 2 മാർക്ക്
നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.